മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര സമൂഹമാധ്യമത്തിലാണ് സബ് കളക്ടർ തന്റെ അഭിപ്രായം പങ്കുവച്ചത്. പുതിയ സർക്കാർ വരുമ്പോൾ പരിഗണിക്കുമെന്നാണ് കുറിപ്പ്. വിവരങ്ങളുമായി തിരൂരിൽ നിന്ന് നിഖിൽ പ്രമേശാണ് ചേരുന്നത്. നിഖിൽ, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ മലപ്പുറം ജില്ല അത് ജനസംഖ്യ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഭരണപരമായും അതുപോലെ തന്നെ വികസനം മുൻനിർത്തിയും ഒരു വിഭജനം ആവശ്യമാണ്, രണ്ടായി തിരിക്കണം എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കുറിപ്പ് വരുമ്പോൾ അത് എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണ്? കൃഷ്ണ, തീർച്ചയായും പല രാഷ്ട്രീയ പാർട്ടികളും പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭരണതലത്തിൽ നിന്നുള്ള ഒരു ആൾ ആദ്യമായി ഉന്നയിക്കുന്നത്. തിരൂർ സബ് കളക്ടറായിട്ടുള്ള ദിലീപാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഇപ്പോൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലാണ് ദിലീപ് കെ കൈനിക്കര ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പുതിയ സർക്കാർ വരുമ്പോൾ ഈ ആവശ്യം, അതായത് ജില്ലാ വിഭജനം എന്നുള്ള ആവശ്യം പരിഗണിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണപരമായ കാര്യങ്ങളിലും പൊതു സൗകര്യത്തിലുണ്ടാകുന്ന പുരോഗതിക്കും ഉള്ളൊരു നിക്ഷേപമായി ഈ നിർദ്ദേശത്തെ കാണണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം ഈ ജില്ലാ വിഭജനം തന്നെയാണ്. ജില്ലാ വിഭജനത്തെക്കുറിച്ച് പലപ്പോഴും പ്രപ്പോസൽ അയച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. വളരെ ധൈര്യപൂർവ്വമുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കാരണം ജില്ലയിൽ ഇത്രയധികം ആളുകൾ അധിവസിക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ വേണ്ടുന്ന തരത്തിലുള്ള ഒരു പരിഗണന പലപ്പോഴും ജില്ലയ്ക്ക് ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ദിലീപിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെയധികം ചർച്ചയാകുന്നതും പ്രസക്തമാകുന്നതും. കൃഷ്ണ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.